അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 മദ്രസയിലെ ലിസാനുൽ ഖുർആനാണ്. മുൻകഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ലിസാനുൽ ഖുർആൻ്റെ ഒരു പേപ്പറാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളുണ്ടാവും. ആദ്യം ഒരു ഭാഗം ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും, പിന്നീട് രണ്ടാമത്തെ ഭാഗവും ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം മയ്യസിൽ അംസിലത്താണ്. കുറച്ച് ഉദാഹരണങ്ങളെ കൊടുത്തിട്ട് അതിനെ വേർതിരിച്ച് അതിന് പറ്റുന്ന ഭാഗങ്ങളിലേക്ക് വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 3 ഓപ്ഷനുകളാണ്: ഇസ്തിആല്, തനാസു, തർഹീം. ഇതിലേക്ക് ഈ മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളെ എഴുതി കൊടുക്കാനാണ്. അതിവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇസ്തിആലിൽ ഇൻ സയ്യിദൻ റഅയ്തുഹു ഫഅക്രിമുഹു, അത് ഇസ്തിആലിനുള്ളതാണ്. ഇസ്തിആലിൻ്റെ നേരത്തെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഖാലിദും ലറബത്തുഹു. രണ്ടാമത് തനാസു ബാബാണ്, തർക്കത്തിൻ്റെ ബാബാണ്. 2 ഫീലുകൾ വരിക, ശേഷം ഒരു ഇസ്മ വരിക. ഏത് ഫീലാണ് ഈ ശേഷം വന്ന ഇസ്മിൽ അമൽ ചെയ്തത് എന്ന തർക്കാണ്. അപ്പോൾ കാമ വ ലറബത്തുഹുമ അഹവാക്ക. അപ്പോൾ കാമ വന്നു, ലറബയും വന്നു, അനുയോജ്യമായൊരു ലമീറിനെ അവിടെ കൊടുത്തു. എന്നിട്ട് അഹവാക്കയിൽ അതിലൊന്ന് അമൽ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് തനാസു ബാബിൽ പെടുന്നതാണ്. ലറബത്തു വ ലറബനി അഹവാക്ക. ലറബത്തു വ ലറബനി അഹവാക്ക, ഇവിടെയും 2 ഫീലുകൾ ആദ്യം വന്നു, ഒരു ഇസ്മ അവസാനം വന്നു. അപ്പോൾ അനുയോജ്യമായ ലമീറിനെ രണ്ടാമത്തെ ഫീലിന് കൊടുത്തിട്ട് അതിൽ ഒരു ഫീല് അഹവാക്കയിൽ അമൽ ചെയ്തു. അപ്പോൾ ഇത് തനാസു ബാബിൽ പെട്ടതാണ്. ഇനി തർഹീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തെ കളയലാണ്. യാ മൻസു എന്ന് പറഞ്ഞാൽ മുനാദയായ ഇസ്മിൻ്റെ അവസാനത്തെ അവസാനം കളയലാണ്. തർഹീമ നെഹ്ദിഫ് ആഖിറൽ മുനാദ എന്ന, വിളിക്കപ്പെടുന്ന ഇസ്മിൻ്റെ അവസാനത്തെ കളയുക. ഇത് വിളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം യാ എന്നാണ്. വിളിക്കപ്പെട്ടത് മൻസു, അതാണ് മുനാദ. അതിൻ്റെ അവസാനത്തെ കളഞ്ഞു. യാ മൻസു ലാ തൻദുർ ഇലൽ അജ്നബിയാത്തി. പിന്നെ യാ ആയിഷു, ആയിഷത്തുൻ എന്താണ്, ആയിഷു എന്നാക്കി മാറ്റി, അതിൻ്റെയും അവസാനം കളഞ്ഞു. അപ്പോൾ ഇതും എന്തിൽപ്പെട്ടതാണ്? തർഹീമിൽ പെട്ടതാണ്. രണ്ടാമത്തെ പാർട്ടിൽ വഫിക്ക് യോജിപ്പിച്ച് കൊടുക്കാനാണ്. യോജിപ്പിച്ച് കൊടുക്കാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സൽമ, ഉമറു, യക്കൂബു, അഹ്മറു, അഹ്മദ്. ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഈ ഉദാഹരണങ്ങൾ മുഴുവനും എന്തിൽപ്പെട്ടതാണ്? വൈറു മുൻസരിഫിൽ പെട്ടതാണ്. എങ്ങനെ വൈറു മുൻസരിഫിൽ പെട്ടു എന്നത് ഇവിടുത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അലമിയത്ത് ഉജ്മ ഒന്നാമതായിട്ട് കൊടുക്കുന്നത് അൽ അലമിയത്ത് വൽ ഉജ്മ. അലമിയത്ത് പറഞ്ഞാൽ പേരാവുക, ഒരു പേര്, ഒരു നെയിം. വൽ ഉജ്മ അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ വന്ന ഒരു പേര്. അപ്പോൾ അറബി ഭാഷ അല്ലാത്ത പദമാണ്, അത് പേരുമാണ്. അതിന് പറ്റിയത് ഏതാണ്? യഅ്കൂബ്. നമുക്കറിയാം, പ്രവാചകന്മാരിൽ 4 പ്രവാചകന്മാരുടെ പേരൊഴികെ ബാക്കിയൊക്കെ അറബി അല്ലാത്ത ഭാഷയാണ്. അപ്പോൾ യാക്കൂബ് അതെന്താണ്? പേരാണ്. ആ ഭാഷയിൽ അത് പേരായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം അത് അനർബി ഭാഷയുമാണ്, അറബി അല്ലാത്ത ഭാഷയാണ്. വസുനുൽ ഫീല് വൽ അലമിയത്തു, അതിന് പറ്റിയത് ഏതാണെന്ന് നമ്മൾ ആ ബ്രാക്കറ്റിൽ നിന്ന് കൊടുത്തെടുത്ത് എഴുതണം. വസുനുൽ ഫീല് എന്ന് പറഞ്ഞാൽ ഫീലിൻ്റെ വസുന് അഫ്അൽ എന്ന രൂപത്തിൽ വരും. ഉദാഹരണത്തിന് അഫ്അൽ, അതോടൊപ്പം അലമിയത്ത്, അത് പേരും ആയിരിക്കണം. ഇവിടെ അതുണ്ട്. അഹ്മദ് അഫ്അൽ വസ്നിക്കാണ്, അതോടൊപ്പം അതൊരു പേരുമാണ്. അപ്പോൾ അതെന്തായി? വൈറു മുൻസരിഫായി. ഇനി അലിഫു തൈനീസിൽ മക്സൂറാണ്, മുഅന്നസാവുക. അത് തന്നെ മക്സൂറാൻ്റെ അലിഫ് കൊണ്ട് മുഅന്നസായ ഒരു ഇസ്മ്, അത് സൽമ. ഇനി അതേപോലെ അൽ അലമിയത്തു വൽ അദുലു, പേരുമാണ്, അതൊരു മറ്റൊരു പദത്തിൽ നിന്ന് തെറ്റിച്ചുണ്ടാക്കിയ ഒരു പേര്. ഉമർ എന്നത് ആമിർ എന്ന പദത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് ഉമർ ഉണ്ടാക്കി. അതുപോലെ വസുനുൽ ഫീല്, നേരത്തെ നമ്മൾ പറഞ്ഞു വസുനുൽ ഫീലും അലമിയും ആയിരിക്കുക. ഇതേപോലെ വസുനുൽ ഫീലും ആയിരിക്കുക. 5-മത്തത് വസുനുൽ ഫീലും വസ്ഫിയും. വസുനുൽ ഫീലുമാണ്, അതൊരു വിശേഷണമാണ്. അപ്പോൾ ഇതുപോലെ അഹ്മർ, ചുവന്നത്. അപ്പോൾ അത് എന്താണ്? വസുനുൽ ഫീലുമാണ്, വസ്ഫുമാണ്, ഒരു വിശേഷണമാണ്. ഇനി 3-മത്തെ പാർട്ടിൽ പറയുന്നത് ജമ്മുൽ കില്ല. കില്ലത്തിന് ജമ്മ് 2 വിധത്തിൽ നമ്മൾ പറയും. ജമ്മു തക്സീറും ജമ്മു സലാമയും. ഈ ജമ്മു തക്സീറിൽ പെട്ടതാണ് ജമ്മുൽ കില്ല, ജമ്മുൽ കസറ.
അപ്പോൾ ജമ്മുൽ കില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കുറഞ്ഞ ബഹു സംഘം, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ജമ്മ അതാണ് ജമ്മുൽ കസറ, കൂടിയതിൻ്റെ സംഘം. അപ്പോൾ ഈ ജമ്മുൽ കില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നാ, ഹുവമാ ദല്ലാല തലാസത്യം ഫമാ ഫൗക്കഹ ഇലൽ അഷറ. എന്താണ്? 3 മുതൽ അത് മാ ഒന്നാണ്, ദല്ലാല സലാസത്തിൻ അത് 3ൻ്റെ മേൽ അറിയിക്കുന്നു, ഫമാ ഫൗക്കഹ 3നേക്കാൾ കൂടുതൽ ഇല അഷറ 10 വരെ. അപ്പോൾ 3 മുതൽ 10 വരെയുള്ളതിനെ 3 മുതൽ 10 വരെ, 3 മുതൽ അതിൻ്റെ മുകളിലോട്ട് 10 വരെ അറിയിക്കുന്ന ഒരു ജമ്മിനാണ് ജമ്മുൽ കില്ല എന്ന് പറയുക. 3 മുതൽ 10 വരെയുള്ളതിനെ അറിയിക്കുന്നതിനുള്ള ബഹുവചനമാണ് ജമ്മുൽ കില്ല. ഇനി യുമയ്യിസ് ഇഷ്റൂന ഇലാ തിസീൻ, ഇത് അതതിൻ്റെ പാഠത്തിൽപ്പെട്ടതാണ്, എണ്ണൽ സംഖ്യയെക്കുറിച്ച്. ഇഷ്റൂന മുതൽ 90 വരെ തമ്മീസാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മൻസൂബായ മുഫ്രദ് കൊണ്ട്, എന്ന് പറഞ്ഞാൽ നസ്ബ് ലഭിച്ച ഒരു ഏകവചനം കൊണ്ട്. ഉദാഹരണം ഇഷ്റൂന ദിർഹമൻ, ദിർഹമിൻ്റെ ബഹുവചനം ദറാഹിമാണ്, പക്ഷേ ഏകവചനം കൊണ്ടാണ് അവിടെ എണ്ണപ്പെടുന്ന എണ്ണൽ സംഖ്യ ഇഷ്റൂനാണ്. എണ്ണപ്പെടുന്ന സാധനത്തെ ഏകവചനമായിട്ട് അതിന് തമീസായി കൊണ്ടുവന്നു, ഇഷ്റൂന ദിർഹമൻ. ഇനി മതാ യകൂനിൽ ഇസ്മു ഗൈറു മുൻസരിഫ്, ഒരു ഇസ്മു ഗൈറു മുൻസരിഫ് ആകെ എപ്പോഴാണ്? നമ്മൾ നേരത്തെ അത് കുറേ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഒരു ഇസ്മു ഗൈറു മുൻസരിഫ് ആകുന്നത് ഇദാ ഖാന ഫിൽ ഇസ്മി, ഒരു ഇസ്മിൽ ഉണ്ടായി ഇല്ലത്താനി 2 കാരണങ്ങൾ, മിൻ ഇലലി തിസ്ഇൻ 9 കാരണങ്ങളിൽ നിന്ന് 2 കാരണം ഒരു ഇസ്മിലുണ്ടായി. ഔ അല്ലെങ്കിൽ ഇല്ലത്തുൻ ഒരു കാരണമുണ്ടായി, തെക്കൂമു മക്കാമഹുമ 2 കാരണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാരണം ഉണ്ടായി. അപ്പോൾ ഉത്തരം എന്താണ്? ഒരു ഇസ്മിൽ 9 കാരണങ്ങളിൽ നിന്നുള്ള ഒരു കാരണമുണ്ടായി, 9 കാരണങ്ങളിൽ നിന്നുള്ള 2 കാരണമുണ്ടായി, അല്ലെങ്കിൽ 2 കാരണങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാരണമുണ്ടായാൽ ഒരു ഇസ്മു ഗൈറു മുൻസരിഫായി. ഇനി ജമീഉ അസ്മാഇൽ അംബിയായി ഉജ്മ, മുഴുവൻ പ്രവാചകന്മാരുടെ പേരുകളും അനറബി ഭാഷയിലാണ്. ഇല്ല അർബഅത്ത്, 4 പ്രവാചകന്മാരുടെ പേരൊഴികെ. ആ 4 പ്രവാചകന്മാരുടെ പേരേതാണ്? ഒന്ന് ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഷുഐബ് നബി അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം. ഈ 4 പേരുകളാണ് അറബി ഭാഷയിലുള്ളത്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.